വിവാഹ സ്വപ്നങ്ങൾക്ക് വിലങ്ങായിരിക്കുകയാണ് കുതിച്ചു കയറുന്ന സ്വർണ്ണവില. വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങാനെത്തുന്നവർക്കേറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഈ കുതിച്ചുകയറ്റം. സ്വർണ്ണ ഇറക്കുമതി തീരുവ 6-ൽ നിന്ന് 15% ഉയർത്തിയതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഈ റെക്കോർഡ് കുതിപ്പിനുള്ള കാരണം. ഗ്രാമിന് 1275 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം വാങ്ങണമെങ്കിൽ 15,390 രൂപ വേണം. പവൻ വില 10,200 രൂപ കയറി 1,23,120 രൂപയിലേക്ക് എത്തി. കേരളത്തിൽ ഒറ്റ ദിവസത്തിൽ ഇത്രയും വില കൂടുന്നത് ഇത് ആദ്യമായാണെന്ന് വ്യാപാരികൾ പറയുന്നു. രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിനും വെള്ളിക്കും നൽകേണ്ടിയിരുന്ന 6% നികുതിക്ക് പകരം 15% ഈടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് പിടിച്ചു നിർത്താനും വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനുമാണ് നീക്കമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. തീരുമാനത്തിന് പിന്നാലെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിൽ 0.3% നേട്ടമുണ്ടായിട്ടുണ്ട്. രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിനും വെള്ളിക്കും 10% അടിസ്ഥാന കസ്റ്റംസ് തീരുവയും 5% കാർഷിക അടിസ്ഥാന സൗകര്യ വികസന സെസ്സുമാണ് ചുമത്തിയത്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം, മറ്റ് വിലയേറിയ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട വ്യാവസായിക ഇറക്കുമതികൾ എന്നിവയ്ക്ക് ഇവ ബാധകമായിരിക്കും. നേരത്തെ ഇളവുണ്ടായിരുന്ന ഫിക്സഡ് ക്വാണ്ടിറ്റി കോട്ട സമ്പ്രദായത്തിന് കീഴിൽ UAE-യിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയും സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞു. ഇറാൻ US യുദ്ധത്തിന് പരിഹാരമാകാത്തതും US-ലെ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിനേക്കാൾ വർദ്ധിച്ചതുമാണ് ഇതിന് കാരണം. രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $4,676 താഴ്ന്ന സ്വർണം നിലവിൽ $4,696. വില ഇനിയും ഉയർന്നാൽ സംസ്ഥാനത്തെ നിരക്കിലും മാറ്റമുണ്ടാകും. കേരളത്തിൽ 18 ക്യാരറ്റ് സ്വർണത്തിന് 12,710 രൂപയാണ് വില. ചില ജ്വല്ലറികളിൽ വില ഗ്രാമിന് 1,040 രൂപ വർദ്ധിപ്പിച്ച് 12,640 രൂപയും ആക്കിയിട്ടുണ്ട്. വെള്ളിക്ക് ഗ്രാമിന് 320 രൂപയുമായി. സംസ്ഥാനത്ത് ഇന്ന് 1 പവൻ സ്വർണം വാങ്ങാൻ 10% പണിക്കൂലി കണക്കാക്കിയാൽ ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്കടുത്ത് നൽകേണ്ടി വരും. സ്വർണ്ണവിലയ്ക്ക് പുറമെ പണിക്കൂലി, 3% GST, ഹോൾമാർക്കിംഗ് ചാർജ്, അതിന് 18% GST എന്നിവയാണ് നൽകേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സ്വർണം വാങ്ങലുകൾ മാറ്റിവെക്കണമെന്ന് രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യ എല്ലാ വർഷവും സ്വർണം ഇറക്കുമതിക്കായി വലിയ അളവിൽ വിദേശ നാണ്യം ചെലവഴിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ പണത്തിന്റെ വലിയൊരു ഭാഗം സ്വർണം ഇറക്കുമതിയിലൂടെയാണ് വിദേശത്തേക്ക് പോകുന്നത്. അതിനാൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തും വരെ സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞത്.